എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ വെള്ളിയാഴ്ചയാണ്. ലക്ഷ്മി പൂജ ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ച. സാധാരണ വെള്ളിയാഴ്ചകളിൽ നമ്മളെല്ലാവരും തന്നെ ചെയ്യുന്ന ആൾക്കാർ, നിരവധി ആളുകൾ ചെയ്യുന്നുണ്ടാവും. വെള്ളിയാഴ്ച പൂജയ്ക്ക് പുറമെ ചില ആളുകൾ വെള്ളിയാഴ്ച വ്രതമായിട്ട് തന്നെ എടുക്കാറുണ്ട്. നമ്മൾ ഏകാദശിയൊക്കെ നോൽക്കണ മാതിരി വ്രതമായിട്ട് തന്നെ ഈ ദിവസം എടുത്ത് വെള്ളിയാഴ്ച ലക്ഷ്മി പൂജ ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. നമ്മളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫലം കിട്ടിയെന്ന് വരില്ല. നിരന്തരമായിട്ട് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും, സ്ഥിരമായിട്ട് അവർ ചെയ്യുന്ന ഈ കാര്യങ്ങളെ കൊണ്ടാണ് അവർ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി വേറെ ആരും ചെയ്യാൻ വരില്ല. നമ്മൾ ഒരാളെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതൊന്നും, അല്ലേ? നമ്മൾ ചെയ്യേണ്ട നാമം ജപിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ഇല്ല. അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുക. എല്ലാവർക്കും ഇപ്പോൾ പറ്റിയെന്നൊന്നും വരില്ല. ഓരോരോ തിരക്കുകളായിരിക്കും. ഓരോരുത്തരെയും ജീവിതം ഓരോ തരത്തിലാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തിരക്കുകളൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും നമുക്ക് കുറച്ച് സമയം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് മാറ്റി വയ്ക്കണം. പ്രത്യേകിച്ചും നമ്മൾക്ക് സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ എന്ത് പ്രശ്നങ്ങളും തീരാനായിട്ട് മഹാലക്ഷ്മിയോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടാത്തതായിട്ടൊന്നും തന്നെയില്ല. ഭഗവതിയെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. നമ്മുടെ എന്ത് വിഷമങ്ങളും നമ്മുടെ അമ്മയോട് നമ്മൾ എന്ത് കാര്യങ്ങളും പറയാറില്ലേ, അതുപോലെ തന്നെയാണ് ഭഗവതിയോട് നമുക്ക് എന്തും പറയാം. നമ്മുടെ എന്ത് ബുദ്ധിമുട്ടുകളും അമ്മ കണ്ടറിഞ്ഞ് നമുക്കത് മാറ്റിത്തരും. അപ്പോൾ വളരെ അത്യുത്തമമായിട്ടൊരു ദിവസമാണ് നാളെ വെള്ളിയാഴ്ച. ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്കും വളരെ വിശേഷമാണ്. കുബേര ഭഗവാൻ ധനത്തിൻ്റെ അധിപനാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. കുബേര ഭഗവാനെ നന്നായിട്ട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. ലക്ഷ്മി ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. രാവിലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും ഒന്നുകൂടി പറയുകയാണ്, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ തന്നെ നേരത്തെ നമുക്കൊരു 4:30-5 മണിയോട് അടുപ്പിച്ച് എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ കൊളുത്താൻ സാധിക്കുമെങ്കിൽ വളരെ വിശേഷം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം ദേവിയുടെ നാമങ്ങൾ നമുക്ക് ജപിക്കാം. ഇപ്പോൾ സഹസ്രനാമമൊക്കെ ജപിക്കാൻ സാധിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ സമയത്ത് ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഏറ്റവും നല്ലത് രാവിലെയുള്ള ജപം തന്നെയാണ്. അതുപോലെ കനകധാരാ സ്തോത്രം ജപിക്കാം, ദേവി മഹാത്മ്യം വായിക്കാം. ഇനിയിപ്പോൾ ഇതിനൊന്നും സമയമില്ലെങ്കിൽ നമുക്ക് ശ്രീം നമ എന്നുള്ള നാമം ഒരു 108 തവണ അവിടെ ഇരുന്ന് ജപിക്കാം. അതും വളരെ നല്ലതാണ്. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും ഇങ്ങനെ ഈ ഒരു നാമജപത്തിൽ മാറിക്കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന വളരെ കുറച്ച് സമയം വേണ്ടൂ ഈ ചെറിയൊരു നാമം ജപിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള അലച്ചിലുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒരു ക്ലേശവും നമുക്കുണ്ടാവില്ല. സമാധാനവും സന്തോഷവും ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് സമാധാനം സന്തോഷവും നിറഞ്ഞൊരു ജീവിതം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടും കൃത്യമായിട്ടും ഒരു ലാഭേച്ഛയൊന്നും കൂടാതെ തന്നെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഭഗവാൻ ഒരുപാട് പരീക്ഷിക്കും നമ്മളെ ഈശ്വരന്മാർ. പക്ഷേ ഒരിക്കലും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കില്ല, നമ്മളെ കഷ്ടപ്പെടുത്തില്ല. നമ്മൾ അത്രയും കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാർ ഒരിക്കലും നമുക്കൊരു മുട്ട് വരും എന്ന് തോന്നിയാൽ പോലും നമുക്ക് ആ സമയത്ത് മാറിക്കിട്ടും. എത്രയോ അനുഭവങ്ങൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുകയെന്ന് ഭഗവതി എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.